നാം ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടി വരുന്ന സമയത്ത് നമുക്ക് കർത്തൃമേശ ആചരണവും ഉണ്ടായിരുന്നു. We used to have the table, the Lord's table, when we gather for the worship meetings. എന്നാൽ ഇപ്പോൾ വെർച്വൽ മീറ്റിംഗ് ആയിട്ടാണ് ആരാധന കൂടുന്നത്. അതുകൊണ്ട് നമുക്ക് കർത്തൃമേശ സൗകര്യമില്ല. Since we gather as a virtual gathering, we don't have the facility to remember the Lord's table. അങ്ങനെ കർത്തൃമേശ ഇല്ലാത്തത് കൊണ്ട് കർത്തൃമേശ ഉള്ളപ്പോഴുള്ള ആരാധന പോലെ നമുക്കൊരു ആത്മപരിശോധനയും ആത്മതപനവും ജീവിത വിശുദ്ധീകരണവും ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരുവാനായിട്ട് സാധ്യതയുണ്ട്. Therefore, there is a tendency that we might feel that the needed edification or the self-examination may not be needed in this scenario. കർത്തൃമേശ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നാം കൂടി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം ആവശ്യമാണ്. ദൈവസന്നിധി നമ്മെ ശോധന ചെയ്യുവാൻ ആവശ്യമുണ്ട്. കുറവുകളെ കണ്ട് അതിനെ പരിഹരിക്കുവാനായിട്ടും നമുക്ക് ആവശ്യമുണ്ട്. Whether we have the Lord's table or not, we ought to examine our life. We have to correct our life into the tune of the Word of God according to the will of God. നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുന്നതിനുള്ള ഭാഗമായിട്ട് പത്രോസിന്റെ ജീവിതത്തിലെ 3 പരാജയങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ അനുഭവവുമായിട്ട് ഒന്ന് ബന്ധിപ്പിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Let us connect the life and the failure which happened in the life of Peter and to connect to our own life and to help us examine and evaluate our own spiritual life. നമുക്കറിയാം ആർക്കും അവരുടെ കുറ്റങ്ങൾ, തെറ്റുകൾ, കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത്ര സന്തോഷകരമായ ഇഷ്ടകരമായ കാര്യമല്ല. We know that no one likes or appreciate when we point out their mistakes. എന്നാൽ മറ്റുള്ളവരെ കുറ്റം ചൂണ്ടിക്കാണിക്കാനായിട്ട് നമുക്കൊരു അല്പം സന്തോഷമുണ്ട് താനും. അതൊരു യാഥാർത്ഥ്യമാണ്. And it is true that we all like to point out others' mistake. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ക്രിയാത്മകമായിട്ട് കൈകാര്യം ചെയ്യണം എന്നൊരു ചിന്ത മനഃശാസ്ത്രപരമായിട്ട് നമ്മോട് പറയുന്നുണ്ട്. Therefore, when you want to point out others' mistakes, you need to be careful and how you need to handle it carefully, and that is what we read in the learnings of psychology. മനഃശാസ്ത്രപരമായിട്ട് ഒരു വ്യക്തിയുടെ കുറവ്, കുറ്റം ചൂണ്ടിക്കാണിച്ചാൽ നേരിട്ട് അതൊരു കുറ്റമായിട്ട് പറയാതെ കമ്പാരിറ്റീവ് ആയിട്ട്, താരതമ്യേനയായിട്ട് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നുള്ള ഒരു ആശയമാണ് നമുക്ക് ലഭിക്കുന്നത്. Psychologically, when we learn, when you want to point out the mistake of another person, instead of saying directly on his face, you use some situational or conditional or comparative means to let him know about this or convey the mistake that you want to point out. ഒരു ഉദാഹരണം ഞാൻ ഇങ്ങനെ വിശദീകരിക്കാം. For example, I would like to explain like this. നമ്മുടെ ഭാര്യ ഒരു സ്പെഷ്യൽ ഡിഷ് നമുക്ക് ഒരു പ്രത്യേക വിഭവം പാചകം ചെയ്തു എന്ന് വിചാരിക്കുക. Just imagine your wife is preparing a special dish for us. അത് നാം രുചിച്ചു നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, അത് നമുക്ക് അത്ര സന്തോഷകരമായിട്ട് തോന്നിയില്ല. When we tasted, it wasn't that tasteful and we didn't like it. അപ്പൊ അതിനോട് എങ്ങനെ പ്രതികരിക്കണം? So how do you react to it? അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായാൽ ഭാര്യയോട് എന്താ ഇത്, വായി വെച്ച് കൂട്ടാൻ കൊള്ളുകയില്ലല്ലോ, ഇതെന്തിനാ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുവാനായിട്ട് പാടില്ലെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. So the psychologist would say you should not tell directly on her face, this is not a delicious one and it is not good enough to even take it in your mouth. അതിന് പകരം പറയേണ്ടത്, കഴിഞ്ഞ നാടുകളിലൊക്കെ നീ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ അത് വളരെ നല്ലതായിരുന്നു. Instead of you should say what that you have cooked in the earlier days all were very good. വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കിയത്. You have taken a lot of effort to even make this particular dish. എന്നാലും കഴിഞ്ഞ നാളിലൊക്കെ ഉണ്ടാക്കുന്ന അത്രയും അങ്ങോട്ട് നന്നായില്ല, അത്ര ശരിയായില്ല, ഇച്ചിരൂടെ നന്നാക്കി ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ വേണം പറയാനെന്നാണ് അവരുടെ അഭിപ്രായം.
but this could have been a little more better, and it's not as good as how you used to prepare earlier. And this is how you need to approach as per the psychological studies. പത്രോസിന്റെ ജീവിതത്തിലെ പരാജയത്തെ വിശദീകരിക്കുമ്പോഴും ഈ മനഃശാസ്ത്രപരമായ സമീപനം ഉൾക്കൊള്ളുവാനായിട്ട് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. I know that when we even learn from the failure of Peter, we need to take the similar approach. പത്രോസിന്റെ ജീവിതത്തിലെ ചില നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഈ പരാജയത്തെ കുറിച്ച് പറയുന്നതാണ് കേൾക്കാനൊക്കെ നമുക്ക് നല്ലത്. അങ്ങനെ വേണമായിരുന്നു, അങ്ങനെ ആവശ്യമാണ്. And before looking into the failure of Peter, we would like to look at the good things or the good side of him. That's the better way of approach. നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളി ഉണർത്തുന്ന അനവധിയായ നേട്ടങ്ങളും ഉന്നതമായ അനുഭവങ്ങളും പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് തീർച്ചയായിട്ടും കഴിയുന്നുണ്ട്. Apparently we have so many things from the life of Peter which are challenging for us and which are helpful for us in our spiritual growth. അപ്പോൾ തന്നെ നമുക്ക് മുന്നറിയിപ്പായിരിക്കേണ്ട കോട്ടങ്ങളും തന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. At the same time, there were shortcomings which are warnings for us in our life. തന്റെ വിശ്വാസവും അനുസരണവും ലൂക്കോസ് 5 രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ അഭിനന്ദനീയമാണ്. In Luke 5, we see his faith and obedience, which is commendable. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തന്റെ ഉദാത്തമായ പരിജ്ഞാനം മത്തായി 16:14 രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രശംസനീയമാണ്. In Matthew 16:14, we see about his knowledge about the Lord, which is again appreciable. യോഹന്നാൻ 6:68-69 പറയുന്ന ദൈവസന്നിധിയിലെ തന്റെ സമർപ്പണം, കർത്താവിന് മുൻപാകെയുള്ള സമർപ്പണം, അത് വളരെ ഉന്നതമാണ്, നമുക്ക് പിന്തുടരുവാനായിട്ട് സാധിക്കുന്നതാണ്. And also we can see in Matthew 6:68, where we can see about his commitment to the Lord, which is an exemplary act. അപ്പോൾ ഈ നല്ല വശങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പത്രോസിന്റെ ജീവിതത്തിലെ 3 പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കതെങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ വിജയമാക്കാമെന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. So together, as we remember about the failure in his life, we can also remember these good qualities as we move on and we meditate this evening. നാം എടുക്കുന്നതായ ഭാഗങ്ങളൊക്കെ വായിച്ച് എല്ലാം വിശദീകരിക്കുവാൻ സമയമില്ല. എന്നാൽ പെട്ടെന്നുള്ള സമയത്തിൽ അത് പറഞ്ഞു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളൊക്കെ എന്റെ കൂടെ ഒപ്പം ഓടണമെന്ന് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുന്നു. In the given time, even though we may not read all the passages, but I exhort you to walk and go with me as we move on into the different passages. പത്രോസിന്റെ ഒന്നാമത്തെ പരാജയം നമുക്ക് ശ്രദ്ധിക്കാം. Let us look at the first failure in the life of Apostle Peter. പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങിയത് മൂലം ദൈവഹിതത്തിന് വിരോധമായി ജഡത്തിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് പത്രോസിന് ഇടവന്നു. He slept in the time of the prayer, and therefore he has to act against the will of God, yielding to the nature of his flesh. മത്തായി 26:36 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലാണ് അതിന്റെ വിവരണം നാം കാണുന്നത്. We can see the narration of this record in Matthew chapter 26, verses 36 to 40. ഞാനത് മലയാളത്തിൽ വായിക്കാം, വേഗത്തിൽ വായിക്കാം. അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്നു ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബദി പുത്രന്മാർ ഇവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ് വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഈ ഭാഗത്തിന് തൊട്ടടുത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, പിന്നീട് കർത്താവ് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ പോയി പ്രാർത്ഥിക്കുന്നു, രണ്ടാമതും പോയി പ്രാർത്ഥിക്കുന്നു. In this passage, in the following verses, we see after this incident, the Lord goes again in a distance and pray, and again we do the same thing the third time.
എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം പോയി മടങ്ങി വരുമ്പോൾ കർത്താവ് പറയുന്നു, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുക. അങ്ങനെ കർത്താവ് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ കർത്താവിനെ പിടിക്കുവാനായിട്ട് മഹാപുരോഹിതന്മാരും ജനത്തിലെ മൂപ്പന്മാരും അയച്ച പടയാളികൾ, സേവകർ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. When he came back after the third time, Jesus told them, now you can rest and you can sleep. And that is when we see the soldiers came to catch hold of Jesus. 26-51-52 വാക്യങ്ങൾ അവിടെ നാം വായിക്കുന്ന എങ്ങനെയാണ്? അപ്പോൾ യേശുവിനോട് കൂടെയുള്ളവരിൽ ഒരുവൻ കൈ നീട്ടി വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ കാത് അറുത്തു. യേശു അവനോട്, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവനൊക്കെയും വാളാൽ നശിച്ചു പോകും. ഇവിടെ നാം കാണുന്നത് ശിഷ്യന്മാരിൽ ഒരുത്തൻ ഈ പടയാളികൾ, ഈ സേവകർ കർത്താവിനെ പിടിക്കുവാനായിട്ട് വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കുവാനായിട്ട് വാളെടുത്ത് വെട്ടുന്നതായിട്ടാണ്. And we see when they all came together to catch hold of Jesus, we see one of the disciples, he drew his sword and he was trying to cut the other person. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിച്ചാൽ ഈ ശിഷ്യൻ പത്രോസ് ആണെന്ന് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. In John's Gospel, we will be able to understand this disciple was Apostle Peter, disciple Peter. കർത്താവിന്റെ പ്രതികരണത്തിൽ നിന്ന് പത്രോസിന്റെ ആ പ്രവൃത്തി ദൈവഹിതമായിരുന്നില്ല, കർത്താവ് അങ്ങനെ ആഗ്രഹിച്ചില്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. From the response of Jesus, we can understand this is not something which he pleased in, and he was not allowing to do it. ആ പ്രവൃത്തി ചെയ്തതിൽ പത്രോസിനെ ശാസിക്കുന്നു, അങ്ങനെ പാടില്ലെന്ന് പറയുന്നു. മാത്രമല്ല ആ കാത് അറുക്കപ്പെട്ടവന്റെ കാത് കർത്താവ് സൗഖ്യമാക്കുകയും ചെയ്യുന്നു. Here Jesus was rebuking this person, Peter, and he told him not to do it. And not only that, he also healed the person who lost his ear. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പത്രോസിന്റെ ആ പ്രവൃത്തി ദൈവഹിതപ്രകാരം അല്ലായിരുന്നു. ദൈവം അങ്ങനെ ആഗ്രഹിച്ചില്ല, കർത്താവ് അങ്ങനെ ആഗ്രഹിച്ചില്ല, കർത്താവ് അതിനെ അംഗീകരിച്ചില്ല, അനുമോദിച്ചില്ല എന്നുള്ളതാണ്. So we understand it was not something pleased by God. God didn't want that to happen that way, and that is what we see from here. അപ്പോൾ പത്രോസ് ദൈവഹിതത്തിന് വിരുദ്ധമായി തന്റെ ജഡത്തിന്റെ താല്പര്യം അനുസരിച്ച് മാനുഷികമായിട്ടുള്ള ഒരു വൈകാരിക പ്രതികരണമായിട്ട് വാളെടുത്ത് വെട്ടുന്നതായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. So here we see against the will of God, from his emotional standard, he drew the sword and he tried to strike the person. ഈ പശ്ചാത്തലം നോക്കിയാൽ ദൈവഹിതപ്രകാരം അല്ലാതെ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് പത്രോസ് ഇടയായത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. So we understand why did he do like this, and why did he attempt to do this against the will of God. നാം നേരത്തെ കണ്ടതുപോലെ പ്രാർത്ഥനയുടെ പശ്ചാത്തലവും പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിപ്പോയ ഒരു അനുഭവവും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. We can see in the earlier passage when they were supposed to pray, they were not praying, but they were sleeping. കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുക, ജഡം ബലഹീനമാണ്. God told them, pray lest you fall into temptation because the flesh is weak. ഇവിടെ പത്രോസ് സംഭവിക്കുന്നത് ജഡത്തിന്റെ ഒരു പരീക്ഷ അവിടെ വെളിപ്പെടുകയാണ്. Here for Peter, a temptation of the flesh was revealed. ജഡം പ്രബലപ്പെടാതിരിക്കണമെങ്കിൽ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ പ്രാർത്ഥന അനുപേക്ഷണീയമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്. Here the Lord was saying prayer is inevitable, that you shall not fall into temptation. എന്തായിരുന്നു പത്രോസിന്റെ പരാജയം? What was his failure? പ്രാർത്ഥിക്കേണ്ട സമയത്ത് താൻ ഉറങ്ങി. He slept when he was supposed to pray. പരീക്ഷയിൽ അകപ്പെടാതെ ജഡം ശക്തിപ്പെടാതിരിക്കേണ്ടതിന്, ജഡത്തിന് ചിന്തയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവാൻ ആവശ്യമുള്ള വേളയിൽ പത്രോസ് ഉറങ്ങിപ്പോയി. When he was supposed to pray for the strength that he needed to have, he slept off. ആ പരാജയം തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് വെളിപ്പെടുന്നത്?
So how is that failure revealed in his life? തന്റെ ജഡത്തിന്റെ നിയന്ത്രണ പ്രകാരം ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാനിടയായിത്തീരുന്നു. By the will of his flesh, he acted against the will of God. അപ്പോൾ ഇവിടെ നമുക്കുള്ള പാഠം എന്താണ്? So what is the lesson for us here? നാം പ്രാർത്ഥനയിൽ വേണ്ടതുപോലെ സമയം ചിലവഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജഡം നമ്മിൽ പ്രബലപ്പെടുകയും നാം ദൈവഹിതത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്യും. If we don't spend sufficient time in prayer, then our fleshly nature will prevail and we will act against the will of God. പത്രോസിന്റെ പരാജയത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് പറ്റുന്ന പാഠം അതാണ്. This is the lesson we can learn from the life of Peter in his failure. നാം സുബോധത്തോടെ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മിൽ ജഡം ശക്തിപ്പെടുകയും നാം ദൈവഹിതത്തിന് വിരുദ്ധമായി ജഡത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീരും. If we are not praying enough, then we will be falling into the temptation and we will do according against the will of God. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, ഞങ്ങൾ പത്രോസിനെ പോലെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങാറൊന്നുമില്ല എന്ന്. We might be saying that I won't pray, I won't sleep like Peter when we pray. അത് ഒരുപക്ഷെ ശരിയായിരിക്കാം. That may be right. എന്നാൽ ചിലപ്പോഴൊക്കെ പ്രാർത്ഥന ഉറങ്ങുന്ന അനുഭവവും നമുക്കുണ്ട്, തീർച്ചയായിട്ടും. But sometimes we do sleep while we pray. എന്നാൽ ആശ്ചര്യമായിട്ട് പ്രാർത്ഥനയിൽ നാം ഉറങ്ങിയില്ലെങ്കിൽ പോലും അതിന് സമാനമായ ഒരവസ്ഥ നമ്മിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. But there is a chance, even though you are not literally sleeping, you have a similar situation or similar effect when you do pray. നാം പ്രാർത്ഥനയ്ക്ക് ചിലവഴിക്കേണ്ടത്രയും സമയം ചിലവഴിക്കുന്നില്ലെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന സമയത്തിന് ഉറങ്ങുന്നതിന് സമാനമാണ്. If you are not spending enough time for prayer, it is equal to sleeping when you pray. അപ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടതുപോലെ നാം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ സമയം നാം ചിലവഴിക്കുന്നില്ലെങ്കിൽ നാം പ്രാർത്ഥനാവേളയിൽ ഉറങ്ങുന്നതിന് സമാനമായ അനുഭവമുള്ളവരാണ്. If you are not spending enough time for prayer, it is equal to sleeping when you pray. രണ്ടാമത്തെ ഒരു അവസ്ഥയോടെ ഞാൻ പറയാം, അത് അല്പം കൂടെ ശ്രദ്ധനീയമാണ്, കൃത്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. There is a second thing I would like to say, I would like to tell you, which you need to take care to understand. നമ്മുടെ പ്രാർത്ഥനാവേളയിൽ പ്രത്യേകിച്ച് മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആ പ്രാർത്ഥനയിൽ ഏകാഗ്രമല്ലെങ്കിൽ നാം പ്രാർത്ഥനയ്ക്ക് ഉറങ്ങുന്നതിന് സമാനമാണ്. When someone else prays and you are not listening and being attentive to that prayer, it is equal to sleeping when the prayer is going on. നാം വിചാരിച്ചിരിക്കുന്നത് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ നാം കണ്ണടച്ചിരുന്നാൽ നാം ആ പ്രാർത്ഥനയ്ക്ക് പങ്കാളിയായെന്നാണ്. We assume that when we sit closing our eyes, it is equal to listening and being attentive in prayer. പിന്നെ അവസാനം ഉച്ചത്തിലോ മനസ്സിലോ ഒരു ആമീൻ പറഞ്ഞാൽ കാര്യം ക്ലോസ് ആയി ധാരാളം മതി എന്ന് വിചാരിക്കുന്ന അനുഭവം നമുക്കുണ്ട്. And if you say amen at the end, it is enough. That's what we all believe and think. എന്നാൽ പ്രാർത്ഥനാ സമയത്ത് നമ്മുടെ മനസ്സ് എല്ലായിടത്തും ഊടാടി സഞ്ചരിക്കുകയാണെങ്കിൽ, ആ പ്രാർത്ഥനാ വിഷയത്തോട് നമ്മുടെ ഹൃദയം ഏകാഗ്രമാകുന്നില്ലെങ്കിൽ, അതിൽ നാം പങ്കാളിയാകുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നതിൽ നമ്മുടെ പ്രാർത്ഥന ദൈവസ്ഥനിൽ എത്തുകയുമില്ല. But if your mind is wandering and loitering around the places during the prayer time and you are not being attentive, there is no effect and there is no result of an effective prayer. നമ്മുടെ വീട്ടിലുള്ള കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥന സമയത്ത് നമുക്കറിയാം, പ്രാർത്ഥന തുടങ്ങുമ്പോൾ അവർ കാണും, പ്രാർത്ഥന പുരോഗമിക്കുമ്പോൾ അവർ എഴുന്നേറ്റ് പോയി അവരുടെ കാര്യങ്ങളൊക്കെ ഏർപ്പെടും, കളികളൊക്കെ നടക്കും. പ്രാർത്ഥന തീരാറാകുമ്പോൾ ആ ടോൺ കേൾക്കുമ്പോൾ അവർക്കറിയാം അവർ മടങ്ങി വന്നിരിക്കും, ആമീൻ പറയുകയും ചെയ്യും. We know some of the children in our houses, when the prayer starts, they will be there. But as the prayer is going on, they would go out and do their own stuff and come back at the close of the prayer. And this is what we see in some cases. ഞങ്ങളുടെ വീട്ടിലെ കുശുമാനുണ്ട്, അവനും ചിലപ്പോഴൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്.
and I have a small toddler in our home, and I see what he does, and that's what I was trying to tell you. ആ കുട്ടി ചെയ്യുന്നത് പോലെ പ്രാർത്ഥനാ സമയത്ത് നാം എഴുന്നേറ്റ് പോയി കറങ്ങി തിരിച്ചു വരുന്നില്ലായിരിക്കാം, ശരിയാണ്. Like that small boy who is walking around and coming back, we are not doing that same way. എന്നാൽ നമ്മുടെ മനസ്സ് ആ സമയത്ത് എവിടെല്ലാം ഊടാടി സഞ്ചരിച്ചു, എവിടെയെല്ലാം പോയി, എന്തെല്ലാം നാം ചിന്തിച്ചു, എന്തെല്ലാം ഞാൻ ഏർപ്പെട്ടു, അവസാനം പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് സമാനമാണ് നാമും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ. But during the prayer, even though physically I am present, my mind has gone away and wandered in different places and came back. That is equal to what that child has done. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നാം പ്രാർത്ഥനയിൽ വേണ്ടതുപോലെ സമയം ചിലവഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജഡം പ്രബലപ്പെടുകയും നാം ദൈവഹിതത്തിന് വിരോധമായി പ്രവർത്തിക്കുവാൻ ഇടയായി തീരുകയും ചെയ്യും. So we understand, if you are not spending enough time in prayer, then our flesh will be strengthened and we will not be able to fulfill the will of God. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ ദൈവഹിത പ്രകാരം നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവഹിതത്തിൽ നിന്ന് നാം വഴുതി പോയിട്ടുണ്ടെങ്കിൽ, അതിന് ഒരു കാരണം നാം വേണ്ടതുപോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. Dear ones, in our previous life, if we were not able to do the will of God and fulfill what he pleases to do, it means the reason is we have not spent enough time in prayer, and that is one of the main reasons. നമുക്ക് ഉത്സാഹത്തോടെ, ഉണർവോടെ, സുബോധത്തോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. Let us be prayerful and be attentive and be energized while we pray. ദൈവഹിതം വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് നിവർത്തിക്കുന്നവരായിരിക്കാം. Let us be the ones who understands and fulfill the will of God. ജഡത്തിന്റെ താല്പര്യങ്ങൾ നമ്മിൽ ശക്തിപ്പെടാതെ വണ്ണം അതിനെ മരിപ്പിക്കുന്നവരായിട്ട് നമുക്ക് തീരുവാനായിട്ട് ഇടയായട്ടെ. Let us be able to kill the acts of the flesh and weaken it rather than giving it strength. നമുക്ക് പത്രോസിന്റെ രണ്ടാമത്തെ പരാജയത്തിലേക്ക് പോകാം. Let us go to the second failure of Apostle Peter. രണ്ടാമത്തെ പരാജയം എന്ന് പറയുന്നത്, തന്റെ പരാജയ സാധ്യത അംഗീകരിച്ച് അനുതപിക്കുന്നതിന് പകരം അവൻ കർത്താവിനോട് വാദിക്കുന്നവനായിട്ട് തീർന്നു. Secondly, he argued with the Lord when he was supposed to repent of his failure. ആ സാഹചര്യം നമുക്ക് വേഗത്തിൽ ആ വേദഭാഗം നോക്കാം. Let us quickly go to the portion. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം 27-28 വാക്യങ്ങൾ. യേശു അവരോട്, നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറിപ്പോകും, ഞാൻ ഇടയനെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പത്രോസ് അവനോട്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ഈ രാത്രിയിൽ തന്നെ കോഴി 2 വട്ടം കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അവനോ, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് അധികമായി പറഞ്ഞു. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. നാം ഈ ഭാഗത്ത് വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു പത്രോസിന്റെയും ശിഷ്യന്മാരുടെയും ഒരു പരാജയ സാധ്യത വെളിപ്പെടുത്തുന്ന സന്ദർഭമാണ്. This is an occasion when the Lord was revealing an potential failure of Apostle Peter. അതിൽ പത്രോസിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു. കാരണം അതിന് മുൻപുള്ള ഭാഗത്ത് കർത്താവ് പറഞ്ഞു, ശിമോനെ, ശിഷ്യന്മാർ പറയുകയാണ്, പിശാച് നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് കർത്താവ് പറയുന്നു. Now, in the previous passage, we see how the Lord was telling them that Satan has asked permission to weaken them. Yeah, but then can you repeat that portion? ശിമോനെ, പിശാച് നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Here, when he was mentioning about Satan asking for the permission, he said, just for the sake of his faith, I prayed for you, was the reply of Jesus Christ. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറിപ്പോകും.
Here he says, you all will be fallen. അവർക്ക് മുൻപിലുള്ള ഒരു പരാജയ സാധ്യത, ആ ഒരു പരാജയം ദൈവം മുൻകൂട്ടി അവരെ അറിയിക്കുകയാണ്. Here a potential failure is making known to them before by the Lord. എന്നാൽ പത്രോസ് അതിനെ വേഗത്തിൽ മറുപടി പറയുന്നത്, കർത്താവേ, ഞാൻ ഒരിക്കലും ഇടറിപ്പോവുകയില്ല. ഇവരൊക്കെ പോയാലും, ഇവരൊക്കെ നിന്നെ വിട്ടു പോയാലും ഞാൻ നിങ്ങൾ ഇടറുകില്ല, ഞാൻ നിന്നെ വിട്ടു പോവുകയില്ല. Here Peter was replying and saying that even if they all stumble, I will not deny you. That was a reply of Peter. അപ്പോൾ കർത്താവ് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു, ഇന്ന് കോഴി 2 വട്ടം കൂവും മുമ്പേ നീ എന്നെ 3 വട്ടം തള്ളി പറയും. Here then the Lord replied and said that before the rooster crows twice, you shall deny me 3 times. എന്നിട്ട് പത്രോസ് അംഗീകരിച്ചില്ല. പത്രോസ് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, നിന്നോടുകൂടെ മരിക്കുവാനും ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് നിർബന്ധിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. But Peter was replying and saying, we read here, he spoke more vehemently that even if I have to die with you, I will not deny you. ഇതാരാ പറയുന്നത്? Who is saying here? സർവജ്ഞാനിയായ ദൈവം. Is the Lord who is knowing everything, is the one who is saying here. സർവജ്ഞാനിയായ ദൈവം പത്രോസിനോട് പറയുകയാണ്, നീ എന്നെ തള്ളിപ്പറയുവാൻ പോവുകയാണ്, അങ്ങനെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. Here is a God who is omniscient. He is telling to Peter that you are going to deny me and that will happen. പത്രോസ് പറയുകയാണ്, കർത്താവേ, നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം, അങ്ങനെ സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല, നിനക്ക് തെറ്റുപറ്റുകയാണ്, നീ പറയുന്നത് ശരിയല്ല. But Peter is replying and saying that I know more than you and I will not be mistaken. That will never happen. വാസ്തവത്തിൽ പത്രോസ് എന്തായിരുന്നു ചെയ്യേണ്ടത്? What Peter should have been doing in this scenario? കർത്താവ് അങ്ങനെ പറഞ്ഞപ്പോൾ പത്രോസ് കർത്താവിനോട് പറയണമായിരുന്നു, കർത്താവേ, ഞാൻ ബലഹീനനാണ്, എനിക്ക് അങ്ങനെ സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. Here Peter should have replied and said, yes Lord, I am weak, it might happen in my life. എന്നാൽ കർത്താവേ, എനിക്ക് കൃപ തരണമേ, അങ്ങനെ സംഭവിക്കുവാൻ അനുവദിക്കരുതേ, നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ അനുദപിച്ച് ശക്തി പ്രാപിക്കുവാനായിട്ടായിരുന്നു പത്രോസിന് ആവശ്യമായിരുന്നു. And he should have been requested and prayed for the strength that he needs and repent of his mistakes and shortcomings. That should have been the response of Peter. എന്നാൽ പത്രോസ് ചെയ്തത്, ദൈവത്തോട് വാദിച്ച് തന്റെ പരാജയം സമ്മതിക്കാതെ ദൈവത്തോട് വാദിക്കുന്ന ഒരവസ്ഥയിലേക്ക് പത്രോസ് എത്തിച്ചേരുകയാണ്. But here Peter is arguing with the Lord and he was trying to be on the point which he believed on. അതുകൊണ്ട് സംഭവിച്ചു, തന്റെ ജീവിതത്തിൽ തുറന്നുള്ള സമയത്ത് കർത്താവിനെ തള്ളിപ്പറയുവാൻ, ചുമ്മാ തള്ളിപ്പറയുകയല്ല, പ്രാകുവാനും അലിക്കുവാനും തുടങ്ങിയെന്ന് പറയുന്ന നിലയിൽ കർത്താവിനെ തള്ളിപ്പറയുവാനായിട്ട് ഇടയായി തീർന്നു. Then what happened later? What happened? We see he did as the Lord predicted. He denied him and he denied him thrice. പത്രോസിന്റെ പരാജയം എന്തായിരുന്നു? What was the failure of Peter here? തന്റെ പരിമിതി, തന്റെ ബലഹീനത, തന്റെ പാപം കർത്താവ് ചൂണ്ടിക്കാണിയപ്പോൾ അതിനെ ഏറ്റെടുത്ത് അംഗീകരിച്ച് അനുദപിക്കുവാനായിട്ട് തനിക്ക് മനസ്സിലായിരുന്നു. He didn't have a heart to repent when he was pointed out of his failure. അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് കൃപ തരണമേ എന്ന് അപേക്ഷിക്കുവാനുള്ള മനസ്സ് എനിക്കില്ലായിരുന്നു. He didn't have a heart to pray for the grace for overcoming that failure in his life. എന്നാൽ തന്നെ ന്യായീകരിച്ച് ദൈവത്തോട് വാദിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പത്രോസ് നീങ്ങുന്നതായിട്ട് നാം കാണുന്നു. Instead, he was arguing and he was making his own justification for what he thought would happen. അതിന്റെ ഫലം എന്തായി തീർന്നു? And then what was the consequence? കർത്താവിനെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുന്ന അനുഭവത്തിലേക്ക് താൻ എത്തിച്ച. He came to a position when he had to deny the Lord, saying that I do not know him 3 times. ഇവിടെയും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ഞാൻ എങ്ങനെ പരസ്യമായിട്ട് തള്ളിപ്പറയുകയില്ല, പറയുന്ന വ്യക്തി അല്ല എന്നൊരു പക്ഷേ നാം ചിന്തിച്ചേക്കാം. Here we also might think that I will not deny the Lord.
പത്രോസ് ചെയ്തതുപോലെ കർത്താവിനെ അറിയില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല, അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യുകയില്ല എന്നൊരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം. You might say that, like Peter said, I will never say that I will deny him and I will not do like he did. അതും ശരിയായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്ന് വന്നേക്കാം. Literally, that may be also true. You may not do that way. എന്നാൽ നമ്മുടെ കുറവുകൾ, നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ പാപങ്ങൾ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ, ദൈവം ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ അതിനെ അംഗീകരിക്കാതെ അതിനെ ന്യായീകരിക്കുവാൻ ശ്രമിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭക്തിയെയും നമ്മുടെ വിശ്വാസത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകും. So when we try to avoid, when we are pointed out of our mistakes by the Lord, it is like we are being directed to do what is just done by Apostle Peter in our life also. നമ്മുടെ തെറ്റുകളെ നാം ന്യായീകരിക്കുമ്പോൾ, നമ്മുടെ പരാജയങ്ങളെ നാം ന്യായീകരിക്കുമ്പോൾ നമ്മുടെ ഭക്തിയും നമ്മുടെ സമർപ്പണവും നമ്മുടെ ദൈവസ്നേഹവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അർത്ഥാൽ നാം ദൈവത്തെ തള്ളിപ്പറയുന്ന അവസ്ഥയാണത്. When we find excuse our shortcomings, when we avoid our warnings, it is just like our belief and our faith and our godliness are being questioned, and it is as good as denying the Lord himself. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാഠം, പത്രോസിന്റെ ആ പരാജയത്തിൽ നിന്ന് നമുക്കുള്ള പാഠം എന്താണ്? So what is the lesson for us from the second failure of Peter? നമ്മുടെ പരാജയങ്ങളെ ദൈവം ബോധ്യപ്പെടുത്തുമ്പോൾ അതിനെ അംഗീകരിച്ച് അനുദപിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അല്ലാത്ത പക്ഷം നാം ശരിയായ ദൈവഭക്തിയും ആത്മീയ നിലപാടും വിട്ടുകളയുന്നവരായി തീരും. We have to be able to repent and accept the failures that is pointed out to us by the Lord himself and convinced by the Lord. Otherwise, we are denying the godliness and the spiritual stand that we have. ദൈവം നമ്മെ സഹായിക്കട്ടെ. May the Lord help us. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുവാൻ, ദൈവത്തിന്റെ വാക്ക് ഏറ്റെടുക്കുവാനുള്ള വിനയം, മനസ്സൊരുക്കം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുമാറാകട്ടെ. May the Lord help us and give us the humbleness and humility to accept and be convinced of what God is going to warn us and teach us. മൂന്നാമത്തെ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ പരാജയം എന്ന് പറയുന്നത് കർത്താവിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം സ്വന്തം താല്പര്യങ്ങൾ കർത്താവിന്റെ മുൻപിൽ നിറവേറ്റുവാനായിട്ട് ശ്രമിക്കുന്ന പത്രോസിനെ നാം കാണുകയാണ്. Thirdly, we see Peter, instead of honoring the Lord, he wanted to perform his interest before the Lord. നമുക്കറിയാവുന്ന ഭാഗം മത്തായി 17-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്താണ്. മരുഭൂമിയിലെ സംഭവമാണത്. We see the portion in Matthew's Gospel, chapter 17 and verses 1 to 5. 6 ദിവസം കഴിഞ്ഞിട്ട് യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ചുയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവർ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെള്ളയായി തീർന്നു എന്ന് നാം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്ന് വായിക്കുന്നു. മോശയും ഏലിയാവും അവനോടുകൂടെ സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, ഇവിടെ ഇരിക്കുന്ന നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുകൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. ഇവിടെ നാം കാണുന്നത് മറുമലയിൽ കർത്താവിനൊപ്പം മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭമാണ്. And this is an occasion on the Mount of Transfiguration. Elijah and Moses is appearing before the Lord. മോശയെയും ഏലിയാവിനെയും കർത്താവിനൊപ്പം കണ്ടപ്പോൾ പത്രോസിന് തന്റെ ആ യാഥാസ്ഥിക യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു ചിന്തയുണ്ടായി. Now, when he saw Moses and Elijah, he had a feeling from his Jewish background. ആ പാരമ്പര്യത്തിൽ നിന്ന് തനിക്കൊരു താല്പര്യം ഉണ്ടായി. മോശ, ഏലിയാവ്, കർത്താവ്, ഇവരെ 3 പേരെയും ഒരേ നിലയിൽ ഒന്ന് കണ്ട് അവർക്ക് ഒരുപോലെ 3 കുടിലുണ്ടാക്കുക. Now he had a feeling and a thought that when he saw Moses and Elijah, he wanted to put them all in one place together and just view them. പത്രോസിന്റെ ജീവിതം നാം നോക്കിയാൽ പലപ്പോഴും ആ പാരമ്പര്യത്തിൽ അല്പം താല്പര്യം കൊടുക്കുന്ന ആളായിരുന്നു. പൗലോസ് തന്നെ അതിന് ശാസിക്കുന്നതായിട്ടൊക്കെ നാം കാണുന്നുണ്ട്.
In the life of Peter, we can know he was a man who loved traditional stuff, and we see Apostle Paul who was rebuking him on this topic. ഇവിടെയും ആ പാരമ്പര്യത്തിന്റെ താല്പര്യത്തിൽ നിന്നാണ് മോശയ്ക്കും ഏലിയാവിനും കർത്താവിനും ഒരുപോലെ 3 കുടിലുണ്ടാക്കുവാനുള്ള ആശയം തന്നിൽ ഉണ്ടാകുന്നത്. Here he had the same desire and plan to make a tent on the basis of that same traditional liking. കർത്താവ് മോശയെയും ഏലിയാവിനെയും സമാനമായി ഒരുപോലെ കാണേണ്ട വ്യക്തിയല്ല. കർത്താവ് ദൈവമാണ്, അവർ മനുഷ്യരാണ്. The Lord is not someone who can be looked at equally with Moses and Elijah. The Lord Jesus Christ, he was God and he was not to be counted like one among them. എന്തായിരുന്നു പത്രോസിന്റെ പരാജയം? What was his failure? കർത്താവിന് കൊടുക്കേണ്ട മഹത്വം താൻ കൊടുത്തില്ല. He did not give glory which is due to the Lord. കർത്താവിൽ നിന്ന് കേൾക്കേണ്ടതിന് പകരം കർത്താവിനോട് അങ്ങോട്ട് ആലോചന പറയുന്ന, അഭിപ്രായം പറയുന്ന അവസ്ഥയിലേക്ക് താൻ എത്തിച്ചേർന്നു. Here he was trying to give him some recommendation without listening from him. നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കും? How can we understand that here? പത്രോസ് അത് പറയുമ്പോൾ തന്നെ ഒരു മേഘം അവരെ മൂടി, അവരെ മറച്ചു. പെട്ടെന്ന് കേൾക്കുന്ന ശബ്ദം എന്താണ്? And while he was speaking, we see a cloud overshadowed and covered them. And what was the voice that we heard here? സ്വർഗം പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ മഹോന്നതനാണ്, ഇവനാണ് എന്റെ പ്രിയപുത്രൻ. മോശയും ഏലിയാവും ഇവനും ഒരുപോലെ അല്ല. Here we see the voice came out from the cloud saying, "This is my beloved son." And hear him. It is not Moses or Elijah, but that specific person. അപ്പോൾ ഇവൻ എന്റെ പ്രിയപുത്രൻ ആയതുകൊണ്ട് ഇവന് മഹത്വം കൊടുക്കണം. മാത്രമല്ല, ഇവനിൽ നിന്ന് കേൾക്കണം. അവനോട് ആലോചന പറയുകയല്ല, അവൻ അഭിപ്രായം പറയുകയല്ല, അവനിൽ നിന്ന് കേൾക്കുക. സ്വർഗം പറയുന്നത് അങ്ങനെയാണ്. The heaven says that this is my beloved son, and you are supposed to listen from him, and you are not expected to give him a recommendation, and you have to give glory to him alone. അപ്പോൾ പത്രോസിന്റെ പരാജയം എന്താണ്? So what was the failure of Peter here? കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തില്ല. He did not give glory which is due unto God. അതുകൊണ്ട് കർത്താവിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ കർത്താവിനോട് പറയുന്നതിന് അവന് താല്പര്യം കൂടുതലുണ്ടായി. Here he was more interested in giving him recommendations or suggestions rather than listening from him. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് കർത്താവിനോട് പറയുവാനാണോ കർത്താവിൽ നിന്ന് കേൾക്കുവാനാണോ കൂടുതൽ താല്പര്യം? What do we like? Let me ask you, whether is it to listen from him or to speak to him? Which is more preferable? നാം അതിന് ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? Which is the thing which we give more important? അതെങ്ങനെ അറിയാൻ സാധിക്കും? How do we know that? നാം പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യത കൊടുക്കുന്നതെങ്കിൽ നാം കർത്താവിനോട് പറയാനായിട്ട് കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയാണ്. ദൈവവചനം കേൾക്കുവാനാണ് കൂടുതൽ താല്പര്യമെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയാണ്. If we give more importance to prayer, which means we love to speak to him or tell him more, and if you spend or if you like reading the Bible more, which means we want to hear from him more. ഇതിൽ ഏതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം? Which one do we like more? നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യം ദൈവത്തോട് പറഞ്ഞ് അത് സാധിപ്പിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. When we pray, we are trying to tell him about our needs and we are trying to speak to him. നമ്മുടെ താല്പര്യം ദൈവം നിറവേറ്റുവാനായിട്ട് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുകയാണ്. We are praying so that our will be fulfilled by God. എന്നാൽ നാം ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ താല്പര്യം നമ്മിൽ നിറവേറ്റുവാനായിട്ട് നാം നമ്മെ വിനയപ്പെടുത്തുകയാണ്. When we read the Bible, when we listen to his word, we are humbling ourselves to fulfill God's will in our life. ഇതിലേതാണ് നമുക്കിഷ്ടം?
which one do we like? പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യം സാധിച്ചു കിട്ടുവാനായിട്ട് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പറയുന്നു. When we pray, we go to him and tell him to fulfill our needs and desires. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ താല്പര്യം നമ്മെ അറിയിക്കുന്നു. നാം അത് കേട്ട് അതനുസരിക്കുവാനായിട്ട് ബാധ്യസ്ഥരായി തീരുന്നു. When we read the Bible, we listen to God's will, which has to be fulfilled in our life, and we become obedient to that. ഇതിൽ ഏതാണ് നമുക്കിഷ്ടമുള്ളത്? Which one do we like? നമുക്കിഷ്ടം പ്രാർത്ഥനയാണ്, കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുമല്ലോ. We like prayer because our things are all met. എന്നാൽ നമുക്ക് അനുഗ്രഹം ഏതാണ്? But which one is the one which brings us blessings? ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ഇഷ്ടം അറിഞ്ഞ് അവന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മെ ഒരുക്കി ദൈവത്തിന് നമ്മെ സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് വാസ്തവമായും അനുഗ്രഹം ഉണ്ടാകുന്നത്, ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും. Our real blessings in this world and even the world to come, that happens when we humble ourselves in the presence of God and to be submissive to fulfill his will in our life. പത്രോസിന്റെ പരാജയം എന്തായിരുന്നു? What was the failure of Peter? കർത്താവിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തില്ല. He did not give glory unto God which is due unto him. കർത്താവിന് കേൾക്കുവാൻ തനിക്ക് മനസ്സിലായിരുന്നു. പകരം തന്റെ താല്പര്യം കർത്താവിന്റെ മുൻപിൽ നിറവേറ്റുവാനായിട്ട് താൻ ഇഷ്ടപ്പെട്ടു. He didn't have a heart to listen to him. Instead, he was willing and more interested to tell him what he had in his mind. ഇവിടെ നമ്മുടെ പാഠം എന്താണെന്ന് കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Let us close just by after looking into the lessons from this failure. കർത്താവിന്റെ മഹത്വം നാം പരിമിതപ്പെടുത്തിയാൽ അവനിൽ നിന്ന് കേൾക്കുന്നതിന് പകരം അവന്റെ മുമ്പിൽ നമ്മുടെ താല്പര്യങ്ങൾ നിറവേറ്റുവാൻ നാം ശ്രമിക്കും. If we limit or diminish his greatness, we will be trying to impose our ideas before him than listening to hear his ideas. കർത്താവിന് അർഹിക്കുന്ന മഹത്വം നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, if you're not able to give the glory which is deserved for the Lord, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നാം നമ്മെ സമർപ്പിക്കുന്നതിന് പകരം, instead of submitting ourselves to fulfill his will, നമ്മുടെ ഇഷ്ടം ചെയ്യുവാൻ ദൈവത്തെ നിർബന്ധിക്കുന്നവരായിട്ട് നാം മാറും. we will become the ones who compel God to fulfill our desires. നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായി ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണുന്നവരാണോ? Are we the ones truly looking for the glory of God in our life? ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് നമ്മെ സമർപ്പിക്കുന്നവരാണോ? Are we the ones who is submissive to fulfill the God's will in our life? അതോ നമ്മുടെ താല്പര്യങ്ങൾ ദൈവസന്നിധിയിൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നവരാണോ? Or are we the ones who just pushes our desires and wills in the presence of God? നമ്മെ ശോധന ചെയ്ത് ഈ പരാജയങ്ങളെ ഒഴിവാക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. May the Lord help us to remove these failures from our life. നമ്മുടെ 3 പാഠങ്ങൾ ഒന്നുകൂടെ നോക്കാം. Let us look at the 3 lessons once again. നമ്മുടെ പ്രാർത്ഥനയിൽ വേണ്ടതുപോലെ സമയം ചെലവഴിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജഡം നമ്മിൽ പ്രബലപ്പെടുകയും നാം ദൈവ ഹിതത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരായി തീരുകയും ചെയ്യും. If we fail to spend sufficient time in prayer, the fleshly nature will prevail and we will act against the will of God. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവരങ്ങൾ നമ്മെ ഫലമേൽപ്പിക്കാം. May the Lord help us. Let us be submissive in the hands of God. നമ്മുടെ പരാജയങ്ങളെ ദൈവം ബോധ്യപ്പെടുത്തുമ്പോൾ അതിനെ അംഗീകരിച്ച് അനുദപിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നാം ശരിയായ ദൈവഭക്തിയും ആത്മീയ നിലപാടും ത്യജിക്കുന്നവരായി തീരുവാനിടയുണ്ട്. When God convinces of our failure, we should accept it and repent about it. Otherwise, we are denying true godliness and spiritual stand. നമ്മെ തന്നെ ദൈവം വിനയപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. May the Lord help us to be submissive in his will. കർത്താവിന്റെ മഹത്വം നാം പരിമിതപ്പെടുത്തിയാൽ അവനിൽ നിന്ന് കേൾക്കുന്നതിന് പകരം അവന്റെ മുൻപിൽ നമ്മുടെ താല്പര്യങ്ങൾ നിറവേറ്റുവാനായിട്ട് നാം ശ്രമിക്കും. If we diminish his greatness, we will try to impose our ideas before him than listening to hear his ideas. നമുക്ക് അവന്റെ മഹത്വം കാണാം. Let us see the glory of God. നമുക്ക് അവന്റെ ശബ്ദം കേൾക്കാം. Let us hear his voice. അവന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമ്മെ സമർപ്പിക്കാം. And submit to do his will. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the Lord help us and his name be glorified.